അതെ അറിയാം, കൃത്യമായിട്ട് ഞാനത് ഫോളോ ചെയ്തു, അതിന് പരാതിയൊന്നുമില്ല. എങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ജനാധിപത്യ ക്രമമെന്ന് പറയുന്നത് നമ്പേഴ്സ് ഗെയിമാണ്. ഇവിടെ നോക്കൂ, OBC, ദളിത്, ആദിവാസി, മൈനോറിറ്റി, ഈ 4 വിഭാഗങ്ങൾ ചേരുമ്പോൾ ഇന്ത്യൻ ജനസംഖ്യയുടെ 73%. ഈ 73% ജനങ്ങൾ ആണ് ആലുവ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് ആലുവയുടെ നിർമ്മാണ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ വിതരണ സമയത്ത് അവരിൽ ആരെയും കാണുകയുണ്ടായില്ല. അപ്പം ഇതിനെ കാണിക്കുന്നത് 20 പേരടങ്ങുന്ന ബഡ്ജറ്റ് നിർമ്മാണ കോർ കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്രക്സ്, അതിൽ 2 പേരാണ് ഈ 73% ജനങ്ങളുടെ പ്രതിനിധികൾ. അപ്പം ഇതിനകത്തൊരു അസമത്വമുണ്ട്. അപ്പം ഇതിൽ നിന്നും വരുന്ന ലാർജർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതിൽ നിന്നാണ് സോഷ്യൽ എക്സ്റേ എടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത്. അതായത് ജാതി സെൻസസ് എന്നതിൻ്റെ മറ്റൊരു രൂപം വേണമെങ്കിൽ സോഷ്യൽ എക്സ്റേ എന്ന് പറയാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടി ഉയർത്തുന്ന രാഷ്ട്രീയം ബജറ്റ് ചർച്ചാ വേളയിൽ അത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലൂടെ വരികയാണ്. BJPയും സഖ്യകക്ഷികളും ഉയർത്തുന്ന ഹൈന്ദവ ദേശീയതയുടെ ഒരു ബദലായി ജാതീയതയിൽ അധിഷ്ഠിതമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗും സോഷ്യൽ ഡിസ്ട്രിബ്യൂഷനും ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു നറേറ്റീവ്, ഈ നറേറ്റീവ് ബഡ്ജറ്റിന്റെ ചർച്ചയിൽ കൊണ്ടുവരാൻ ശ്രീ രാഹുൽ ഗാന്ധി ശ്രമിച്ചു. അതുകൊണ്ടാണ് ആലുവ നിർമ്മാണവും അവിടുത്തെ ആ ഫോട്ടോഗ്രാഫും എല്ലാം തന്നെ രംഗത്ത് വരുന്ന ഇതാണ്. അത് വളരെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഭംഗ്യാന്തരേണ അവതരിപ്പിച്ചു, നർമ്മത്തിന്റെ ഭാവനയോടുകൂടി അവതരിപ്പിച്ചു. നിർമ്മലാ സീതാരാമൻ കയ്യിൽ മുഖം പൊത്തി കുരിഞ്ഞിരിക്കുന്ന കാഴ്ച വരെ നമ്മൾ ചിരിക്കാനുള്ള വിഷയമല്ല താൻ പറഞ്ഞതെന്ന് രാഹുൽ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.